ചിലത് നമുക്ക് ചിരിപടർത്തും, ചിലത് സ്വന്തം പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്നാവും. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വരാറുണ്ട്. മുൻപ് നടത്തിയ ഇത്തരം പ്രയോഗങ്ങളൊക്കെ പ്രധാനമായും പ്രയോഗം നടത്തിയിരുന്ന ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം ഇത്തവണയും ഒരു പ്രയോഗം നടത്തിയത് ചെറ്റത്തരം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അത് ജി സുധാകരനെതിരെയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. എന്തായാലും അത്തരം ചില പ്രയോഗങ്ങളും അതിനുള്ള മറുപടികളും അതിനുള്ള ചില വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ഇടിവെട്ട് ബൈറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കാലത്ത് സവിശേഷമായ ചില പ്രയോഗങ്ങൾ നടത്തി സ്വന്തം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതിൽ പ്രത്യേകമായ ഒരു വൈദഗ്ധ്യമുള്ള നേതാവല്ലേ CPM PV അംഗം A വിജയരാഘവൻ എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാനാവില്ല. അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ആലത്തൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയായിരുന്നു. അന്ന് ഒരു ഭാഗത്ത് CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി PK ബിജുവും മറുഭാഗത്ത് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി താരതമ്യേന പുതുമുഖം എന്ന് തന്നെ പറയാം, രമ്യ ഹരിദാസും മത്സരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ PK ബിജു അവിടെ MP ആയിരുന്നു, സ്ഥിരമായി പരിചയമുള്ളയാൾ. രമ്യ ഹരിദാസ് പൊടുന്നനെ പെട്ടെന്ന് ഒരു മണ്ഡലത്തിലേക്ക് വരുന്ന കേരളത്തിലാകെ തന്നെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. അപ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് ആലത്തൂരിലെ സ്ഥാനാർത്ഥി നേരത്തെ ഈ രമ്യ ഹരിദാസ് പാണക്കാട് ശിഹാബ് തങ്ങളെയും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ സന്ദർശിച്ചിരുന്നു. ഇതിനെക്കുറിച്ചായിരുന്നു പരാമർശം. ആലത്തൂരിലെ സ്ഥാനാർത്ഥി കുട്ടി പാണക്കാട് തങ്ങളെ പോയി കണ്ടു, പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടു. അതോടെ ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തെ പരാമർശം. അത് പറഞ്ഞതിൻ്റെ ശൈലിയും രൂപവും ഒക്കെ അത് ഒരു സ്ത്രീവിരുദ്ധവും അശ്ലീല ചുവയുള്ളതും ഒക്കെ ആയിരുന്നു. ഒടുവിൽ PK ഈ വിവാദമൊക്കെ കത്തിപ്പറ്റുകയും ഒടുവിൽ അത് PK ബിജുവിൻ്റെ പരാജയത്തിലേക്കും രമ്യ ഹരിദാസിൻ്റെ വിജയത്തിലേക്കുമൊക്കെ എത്തിച്ചു എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടിയുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം വീണ്ടും പുതിയൊരു വ്യാഖ്യാനം നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ അങ്ങനെ അത്രയോളം കുഴപ്പം പിടിച്ചൊരു വ്യാഖ്യാനമല്ല, വേണമെങ്കിൽ നിരുപദ്രവം എന്ന് പറയാവുന്ന ഒരു വ്യാഖ്യാനമാണ്. അത് മുഖ്യമന്ത്രി സുധാകരനെതിരെ നടത്തിയ ചെറ്റത്തരം എന്ന പ്രയോഗത്തിലാണ് വിജയരാഘവൻ്റെ വക ഈ വ്യാഖ്യാനം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തര പ്രയോഗം ചാരുതയുള്ളതാണെന്നാണ് A വിജയരാഘവൻ്റെ പ്രതികരണം. ചാരുത എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളതാണ്. അങ്ങനത്ര ഭംഗിയുള്ള മനോഹരമായ ഒരു പ്രയോഗമാണ് നടത്തിയത് എന്നാണ് ഒരു PB അംഗം തന്നെ പറയുന്നത്. നമ്മൾ ഇന്നലെ അടക്കം പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് ഒരാളെ ചെറ്റ എന്ന് വിളിക്കുന്നത്. ചെറ്റപ്പുരയിൽ താമസിച്ചിരുന്ന സാധാരണക്കാരായ അടിസ്ഥാന വർഗത്തിൻ്റെ പുരയാണ്. ജി സുധാകരൻ നൽകിയ മറുപടി വളരെ മനോഹരമായ മറുപടി തന്നെയായിരുന്നു അദ്ദേഹം നൽകിയത്. നിഘണ്ടു വായിക്കാത്തത് കൊണ്ടാണ്, ആ വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് താൻ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. ആ സാഹചര്യത്തിന് ഉതകുന്ന ചാരുതയാർന്ന പരാമർശം എന്നായിരുന്നു വിജയരാഘവൻ്റെ വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ഒന്ന് കേൾക്കാം. ഏത് വാക്കിനെയും അതിൻ്റെ പ്രയോഗപരതയുണ്ട്. ചില സന്ദർഭത്തിലാണ് എൻ്റെ പ്രയോഗപരത. അപ്പം അശ്ലീലം, ഏതാണ് അശ്ലീലം? അശ്ലീലം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ചിലത് അശ്ലീലമാണെന്ന് തോന്നുന്നുണ്ടാവും, എന്നാൽ അത് എല്ലാ തരത്തിലും അശ്ലീലമാണല്ലോ. അങ്ങനെയാണ് അശ്ലീലം എന്ന വാക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചു പോകുക. അശ്ലീലം എന്ന വാക്ക് അതിൻ്റെ ഉപയോഗക്ഷമതയിലാണ് അത് ശ്ലീലവും അശ്ലീലവും തമ്മിലുള്ള അതിർവരമ്പ് രൂപപ്പെടുന്നത്. ഇവിടെയും അങ്ങനെയാണ്. വാക്കിൻ്റെ പ്രയോഗം എന്നത് ഒറ്റപ്പെടുത്തി എടുത്തിട്ട് പറയുന്നതാണ് നിങ്ങളുടേത്. വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ ചാരുത ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിയാൽ ചാരുതയുള്ളൊരു വാക്ക് പ്രയോഗമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത്. ദോഷൈക ദൃക്കുകൾക്ക് അവരുടെ ദൃഷ്ടിക്കനുസരിച്ചാണ് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക. ആ വ്യാഖ്യാനം കേരളത്തിലെ ചില മാധ്യമങ്ങൾ നടത്തേണ്ടായി. അതിന് ആ നിലയിൽ കണ്ടാൽ മതി. ചില സമയത്ത് ചില പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ചെറ്റത്തരം എന്ന വാക്ക് തന്നെ ചിലപ്പോൾ ആ വാക്കിൻ്റെ രാഷ്ട്രീയ അർത്ഥം അറിഞ്ഞുകൊണ്ടാവില്ല പിണറായി വിജയനെ പോലെ അദ്ദേഹത്തിൻ്റെ തലമുറയിൽ നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ പ്രയോഗം നടത്തിയത്. അദ്ദേഹം അതിന് വാച്യാർത്ഥത്തിൽ ഉള്ള നാടൻ പ്രയോഗത്തിലൊക്കെ ഉള്ള രീതിയിലായിരിക്കും പ്രയോഗം നടത്തിയത്. പക്ഷേ ഈ കുറേ കൂടി പുതിയ തലമുറയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ നിൽക്കുന്ന നേതാക്കളൊക്കെയാണ് ഇങ്ങനെ വ്യാഖ്യാനം നൽകി ഇത് നിരന്തരം സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. പണ്ട് പ്രേമേന്ദ്രനെതിരെ, NK പ്രേമേന്ദ്രനെതിരെ പരനാറി പ്രയോഗം നടത്തിയ ഘട്ടത്തിലുമൊക്കെ നേതാക്കൾ നടത്തിയത് ഇങ്ങനെയാണ്. അത് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അതിനെ സജീവമാക്കി നിർത്തുന്നതിൽ ഗുണമുണ്ടാവുക മറുപക്ഷത്തിനാണ് എന്നത് പലപ്പോഴും ഈ നേതാക്കൾ ഓർക്കാറില്ല. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ഐസക്കിൻ്റെ വാക്കുകളാണ്. സാധാരണ നിലയിൽ അങ്ങനെ മറ്റ് നേതാക്കളെ പോലെയല്ല, വിജയരാഘവനെ പോലെയോ അല്ലെങ്കിൽ AK ബാലനെ പോലെയുള്ള ഒരു നേതാവല്ല തോമസ് ഐസക്. അദ്ദേഹം വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഒരിക്കലും പ്രകോപനപരമായ വാക്കുകളോ അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകളോ പിൻവലിക്കേണ്ട വാക്കുകളോ ഒക്കെ അത്യപൂർവമായി മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ സാധാരണ രീതിയിൽ അങ്ങനെ വിവാദങ്ങൾ കാര്യമായി വന്നിട്ടില്ല. പക്ഷേ ഇക്കുറി അദ്ദേഹത്തിൻ്റെ നാവ് പിടിച്ചു. അത് രമേശ് പിഷാരടിക്കെതിരെയായിരുന്നു. പാലക്കാട്ടെ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം കോമാളിയാണ് എന്നുള്ള മട്ടിലായിരുന്നു. പക്ഷേ ഇത് വളരെ വേഗത്തിൽ ഐസക് തിരിച്ചറിയുന്നു. ഐസക് ചെയ്ത തെറ്റിന് ഖേദം പ്രകടിപ്പിക്കുന്നു. ആ ഖേദം പ്രകടിപ്പിക്കുന്നിടത്താണ്
ഐസക്കിനെ മറ്റു നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത്. ഒരു നേതാവ് തനിക്ക് പറ്റിപ്പോയൊരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ, ആ തെറ്റ് അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾ നേതാവാകുന്നത്. ഏത് നേതാവിനും തെറ്റുകൾ പറ്റാം, സ്വാഭാവികമാണ്, മനുഷ്യ സഹജം തന്നെയാണ്. ചിലപ്പോൾ പ്രസംഗത്തിൻ്റെ ആവേശത്തിലുമൊക്കെ തെറ്റ് പറ്റാം. പക്ഷേ ആ തെറ്റ് അംഗീകരിക്കാൻ ഐസക്ക് തയ്യാറായി എന്നതുകൊണ്ട് തന്നെയാണ് ഐസക്കിനെ പലപ്പോഴും മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു നേതാവാണെന്ന് പറയേണ്ടത്. LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ വിമർശനം രാഷ്ട്രീയമാണ്. ഇന്ന് ലോകത്തെയും രാജ്യത്തെയും കേരളത്തിലെയും ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മധ്യേഷ്യയിലെ പ്രതിസന്ധിയാണെന്ന്. അവിടുത്തെ ആ പ്രതിസന്ധിയെക്കുറിച്ച്, പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് എന്തായാലും ഐസക്കിന്റെ പ്രതികരണം വരുമ്പോഴും, ഐസക്കിന്റെ ആദ്യ പ്രതികരണം വന്ന ഘട്ടത്തിലായാലും പിന്നീട് അദ്ദേഹത്തിന്റെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം വന്ന ഘട്ടത്തിലായാലും എല്ലാം താരതമ്യേന രാഷ്ട്രീയത്തിൽ പുതുമുഖമാണ് പിഷാരടിയെങ്കിലും രമേശ് പിഷാരടിയുടെ പ്രതികരണം വളരെ പക്വമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് എന്നുകൂടി പറയാതിരിക്കാനാവില്ല. ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ തന്നെ തോമസ് ഐസക്ക് തന്നെക്കാൾ വളരെ മുതിർന്ന നേതാവാണ്, പ്രായത്തിൽ മുതിർന്ന നേതാവാണ്. അദ്ദേഹം സമരം ചെയ്തുകൊണ്ട് സംസ്കാരമുണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ രീതിയിൽ പറഞ്ഞു, എനിക്കതിൽ വിഷമമില്ല എന്നുള്ള മട്ടിലായിരുന്നു പ്രതികരണം. ഇന്നിപ്പോൾ ഈ തോമസ് ഐസക്കിൻ്റെ പ്രതികരണം വന്ന ശേഷവും പറഞ്ഞത് തോമസ് ഐസക്കിൻ്റെ പരാമർശത്തിൽ തനിക്ക് മനോവിഷമൊന്നും ഉണ്ടായിട്ടില്ലെന്നും സീനിയർ നേതാവായ തോമസ് ഐസക്ക് തന്നോട് ക്ഷമാപണം നടത്തേണ്ടിയൊന്നും ഇരുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല, തന്നെ അരസംഖി എന്നല്ല പറഞ്ഞത്, ഒരു സംഖി എന്ന് പറഞ്ഞില്ലല്ലോ എന്നും രമേശ് പിഷാരടി പറയുന്നുണ്ട്. രമേശ് പിഷാരടി വളരെ കൃത്യമായും തന്ത്രപൂർവ്വമായും ഈ ഒരു വിനയം അഭിനയിക്കുകയും ഒപ്പം തന്നെ എന്നാൽ ഒരു രണ്ട് കുത്ത് ഇന്നലെ പറഞ്ഞതിനകത്ത് സമരം ചെയ്തുകൊണ്ട് സംസ്കാരം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ അരസംഖി എന്നല്ലേ വിളിച്ചത്, സംഖി എന്ന് വിളിച്ചില്ലല്ലോ എന്നുമൊക്കെ പറഞ്ഞ് വെക്കുന്നു കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതിന് അത്ര ഇല്ലായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞെങ്കിലും ആ മനോവിഷമമായെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനോവിഷമമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ അതിൽ അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാവുന്ന ഏറ്റവും തന്ത്രപരമായ നിലപാട്, അതിന് ഉള്ളിൽ നിന്ന് വന്നതായാലും അല്ല അഭിനയിക്കുന്നതായാലും ഒക്കെ, പലപ്പോഴും അഭിനയവും ഉള്ളിൽ നിന്ന് വരുന്നതുമൊക്കെ പൊതുവേദിയിൽ പറയേണ്ടി വരും. അത്തരം ഒരു നിലപാട് തന്നെയാണ് രമേശ് പിഷാരടിയുടേത് എന്നുകൂടി പറയേണ്ടി വരും.